നമസ്കാരം. ഐ+ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെക്കാനിക്കലിലെ തെർമൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത് റാങ്കൈൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ്. റാങ്കൈൻ സൈക്കിളിൽ ഏതൊക്കെ പ്രോസസ് ഉണ്ടെന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. 2 ഐസെൻട്രോപിക് പ്രോസസ്, അതോ 2 ഐസോതെർമൽ പ്രോസസ് ആണോ, അതോ 2 ഐസെൻട്രോപിക് പ്രോസസ് ആൻഡ് 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണോ, 2 ഐസെൻട്രോപിക് പ്രോസസ് ആണോ, അതോ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണോ, അതോ 2 ഐസോതെർമൽ പ്രോസസ് ആണോ, അതോ 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണോ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റാങ്കൈൻ സൈക്കിളിന്റെ അകത്ത് 2 ഐസെൻട്രോപിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ആണ് ഉള്ളത്. 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ആണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മളത് പഠിക്കുന്നതാണ്. റാങ്കൈൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഐഡിയൽ സൈക്കിൾ ഫോർ സ്റ്റീം ടർബൈൻ അല്ലെ സ്റ്റീം പവർ പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ, റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഐഡിയൽ സൈക്കിൾ ഫോർ സ്റ്റീം പവർ പ്ലാന്റ്സ് ആയിരിക്കും. അതിന് 2 ഐസെൻട്രോപിക് പ്രോസസ്സ് കാണും. ആ 2 ഐസെൻട്രോപിക് പ്രോസസ്സ് നമുക്ക് എടുത്തു പറയാം. ഐസെൻട്രോപിക് കംപ്രഷൻ പമ്പിലും ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ടർബൈനിലും ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ 2 പ്രോസസ്സും ഐസെൻട്രോപിക് കംപ്രഷൻ ആൻഡ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്. പിന്നെ അടുത്തൊരു പ്രോസസ് ആണ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ബോയിലറിലും കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ കണ്ടൻസറിലും. അപ്പൊ ടോട്ടലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്തുവാ, റാങ്കൈൻ സൈക്കിളിൽ ഏതൊക്കെ ടൈപ്പ് പ്രോസസ് ഉണ്ട്. അപ്പൊ ബേസിക്കലി പറയുവാണെങ്കിൽ 2 ഐസെൻട്രോപിക് പ്രോസസ്സും 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും ആണുള്ളത്. അതാണ് ഇപ്പം 2 ഐസെൻട്രോപിക് പ്രോസസ് ആൻഡ് 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ സ്റ്റീം നോസിൽ ഫോർ ദി സെയിം പ്രഷർ റേഷ്യോ ദ എഫക്ട് ഓഫ് ഫ്രിക്ഷൻ ലീഡ്സ് ടു. അതായത് ഒരു സ്റ്റീം നോസിൽ ഉണ്ട്, ആ സ്റ്റീം നോസിലിന്റെ സെയിം പ്രഷർ റേഷ്യോയിൽ ഫ്രിക്ഷൻ എഫക്ട് കാരണം എന്തൊക്കെ സംഭവിക്കും, അല്ലെ ആ ഒരു ഫ്രിക്ഷൻ എഫക്ട് കാരണം എന്ത് വരും. അപ്പൊ അതിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നതാണ് ഇൻക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് ദ എക്സിസ്റ്റ് ഓഫ് ദ സ്റ്റീം ആൻഡ് ഇൻക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സിസ്റ്റ്, സ്റ്റീമിന്റെ എക്സിറ്റിലുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ കൂടുകയും എക്സിറ്റ് വെലോസിറ്റി, നോസിലിൽ നിന്ന് വരുന്ന എക്സിറ്റ് വെലോസിറ്റി കൂടുകയും ചെയ്യുന്നതാണ് പറയുന്നത് ഓപ്ഷൻ എ. ബി പറയുന്നത് ഡിക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ചർ ആണ് ആൻഡ് ഡിക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ. ഓക്കെ, സി ഓപ്ഷൻ പറയുന്നത് ഇൻക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ചർ ഓഫ് ദ എക്സിറ്റ് ഓഫ് സ്റ്റീം ആൻഡ് ഡിക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ. ഡി പറയുന്നത് ഇൻക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദ എക്സിറ്റ് സ്റ്റീം ആൻഡ് ഇൻക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇൻക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദ എക്സിറ്റ് സ്റ്റീം ആൻഡ് ഡിക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എങ്ങനെ വന്നത് നമുക്ക് നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പം ഫ്രിക്ഷൻ ഇൻ എ സ്റ്റീം നോസിൽ കോസസ് എനർജി ലോസ് ഡ്യൂ ടു ഹീറ്റ് ജനറേഷൻ അഗൈൻസ്റ്റ് ദ നോസിൽ വാൾ. അപ്പൊ ഫ്രിക്ഷൻ, ഒരു സ്റ്റീം നോസിൽ ഫ്രിക്ഷൻ വന്നാൽ തന്നെ നമുക്കറിയാം, ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ എനർജി ലോസ് ഉണ്ടാവുന്നു. എനർജി ലോസ് കാരണം ആ ഒരു, എന്തുകൊണ്ടാണ് എനർജി ലോസ് വരുന്നത്, നമ്മുടെ ഹീറ്റ് ജനറേഷൻ നടക്കുന്നുണ്ട് ഫ്രിക്ഷൻ കാരണം. ആ നോസിൽ വോൾസിന് അഗൈൻസ്റ്റ് ഹീറ്റ് ജനറേഷൻ ഫോം ചെയ്യുന്നുണ്ട് തന്നെ. ഹീറ്റ് ജനറേഷൻ എവിടെ നടന്നാലും എനർജി ലോസ് നടക്കും. അത് എഗനിസ്റ്റ് ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഹീറ്റ് ജനറേഷൻ, ആ ഒരു നോസിൽ വോൾസിന് എഗനിസ്റ്റ് ഹീറ്റ് ജനറേഷൻ നടക്കുകയും എനർജി ലോസ് സംഭവിക്കുകയും ചെയ്യും. ഈ ഒരു എനർജി ലോസ് കാരണം എന്ത് നോക്കാം, ദിസ് എനർജി ലോസ് റെഡ്യൂസസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്റ്റീം. ഈ ഒരു എനർജി ലോസ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീമിന്റെ കൈനറ്റിക് എനർജി കുറയുന്നു. ആ കൈനറ്റിക് എനർജി കുറയുന്ന അർത്ഥം നമ്മുടെ എക്സിറ്റ് വെലോസിറ്റി കുറയുന്നതാണ്. കൈനറ്റിക് എനർജി വെലോസിറ്റി നമ്മൾ ബന്ധമുണ്ട്, അറിയാലോ. മൂവ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പൊ നോർമൽ ആയിട്ട് തന്നെ എക്സിറ്റ് വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അത് ക്ലിയർ ആയിട്ടുണ്ട്. എനർജി ലോസ് കാരണം കൈനറ്റിക് എനർജി സ്റ്റീം കുറയുന്നു, അത് കാരണം എന്ത് സംഭവിക്കുന്നു, എക്സിറ്റ് വെലോസിറ്റി കുറയുന്നു. അടുത്ത് നമുക്ക് നോക്കാം, സിൻസ് ദ സ്റ്റീം ലോസസ് സം ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇറ്റ് ഓൾസോ അണ്ടർഗോസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രോം ഇറ്റ്സ് ഇന്റേണൽ എനർജി ഇൻടു കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജി സ്റ്റീമിന്റെ ലോസ് ആവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ എനർജിക്കും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതായത് ലാറ്റൻ ഹീറ്റ്, ഇന്റേണൽ എനർജി അല്ലെ ലാറ്റൻ ഹീറ്റ് എന്ത് ചെയ്യുന്നു, കൈനറ്റിക് എനർജിയിലോട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് കൈനറ്റിക് എനർജിയിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഡ്രൈനസ് ഫ്രാക്ഷൻ കൂടുന്നുണ്ട്. അതായത് ദിസ് ഈസ് ടു ദ ഇൻക്രീസ് ഇൻ ദ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദ സ്റ്റീം അറ്റ് എക്സിറ്റ്. അതുകൊണ്ട് തന്നെ ഡ്രൈനസ് ഫാക്ടർ എക്സിറ്റില് കൂടുന്നു. അപ്പം ഇതാണ് റീസൺസ്. ഇതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സിറ്റിലെ കൂടുകയും പിന്നെ നോസിലിന്റെ വെലോസിറ്റി എക്സിറ്റിലെ കുറയുകയും ചെയ്യും. അതായത് നോസിലിൽ നിന്ന് വരുന്ന എക്സിറ്റ് വെലോസിറ്റി കുറയുകയും ചെയ്യും. അപ്പൊ റീസൺസ് ഞാൻ പറഞ്ഞു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകാം. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡി ലെവൽ ടർബൈൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഡി ലെവൽ ടർബൈൻ എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഇൻവേഴ്സ് ടർബൈൻ ആണോ, റിയാക്ഷൻ ടർബൈൻ ആണോ,
പ്രഷർ കോമ്പൗണ്ടഡ് ഇമ്പൾസ് ടർബൈൻ ആണ്, വെലോസിറ്റി കോമ്പൗണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം ഡീവലബിൾ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈനിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ അത് ഓൾറെഡി പഠിക്കുന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ദ ഡീലബിൾ ടർബൈൻ is an example of a simple impulse turbine. This type of turbine uses a single set of nozzles to expand steam from a high pressure to low pressure. അതായത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്, ആ സെന്റൻസ് അതേപടി ചോദിച്ചേക്കുവാണ്. ഡി ലെവൽ ടർബൈൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആണ്. ഈ ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ്റെ അകത്ത് ആകെ ഒരു സിംഗിൾ സെറ്റ് ഓഫ് നോസിൽസ് കാണും സ്റ്റീമിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്. ഓക്കെ, അത് തന്നെ ഹൈ വെലോസിറ്റി ജെറ്റ് ടർബൈൻ്റെ ബ്ലേഡ്സ് സ്ട്രൈക്ക് ചെയ്യും. എന്നിട്ട് ആ സ്റ്റീമിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഇതാണ് ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ്റെ വർക്കിംഗ്. അല്ല ഒരു ഡി ലെവൽ ടർബൈൻ ഇതിന്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത നമുക്ക് ക്വസ്റ്റിലോട്ട് പോകാം. ദ സ്റ്റാൻഡേർഡ് ഫയറിംഗ് ഓർഡർ ഇൻ എ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ, ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. 1432 ആണോ, 1342 ആണോ, 1243 ആണോ, 1423 ആണോ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 1342 ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഇൻലൈൻ പെട്രോൾ എഞ്ചിനിലെ കോമൺലി നമ്മൾ സ്റ്റാൻഡേർഡ് ഫയറിംഗ് ഓർഡർ യൂസ് ചെയ്യുന്നത് 1342 ആണ്. അപ്പൊ ഇത് ഈ ഒരു ഫയറിംഗ് ഓർഡറിന് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ വൈബ്രേഷനെയും സ്മൂത്തർ ഓപ്പറേഷനെയും നമ്മൾ ഇത് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ വൈബ്രേഷൻസിനെയൊക്കെ മാക്സിമം ഇത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു ഫയറിംഗ് ഓർഡർ. അപ്പൊ നമ്മൾ കോമൺലി 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്തത് 1342 ഫയറിംഗ് ഓർഡർ ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം നോക്കിംഗ് ഇൻ SI എഞ്ചിൻസ് ക്യാൻ ബി റിഡ്യൂസ് ബൈ. SI എഞ്ചിൻസ്, അതായത് നമ്മുടെ SI എഞ്ചിൻസിൽ നോക്കിംഗ് എന്ന് പറഞ്ഞ ഫിനോമിന റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻക്രീസിംഗ് ദ കംപ്രഷൻ റേഷ്യോ, ഇൻക്രീസിംഗ് എയർ ടെമ്പറേച്ചർ റേഷ്യോ, ഇൻക്രീസിംഗ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ, റിട്ടാർഡിംഗ് ദ സ്പാർക്ക് അഡ്വൈൻ. അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിൽ നോക്കിംഗ് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്നാണ്. ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ബി തെറ്റാണ്, ഓപ്ഷൻ സി തെറ്റാണ്. നമുക്ക് സ്പാർക്ക് അഡ്വാൻസിനെ നമുക്ക് സ്പാർക്ക് പ്രൊഡക്ഷനെ റിട്ടാർഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിംഗ് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് ഇത് നോക്കിങ്ങിന്റെ കേസിൽ. അപ്പം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിംഗ് SI എഞ്ചിന് വരാനുള്ള കാരണം ഓട്ടോ ഇഗ്നീഷൻ ഓഫ് ദ എൻ ചാർജ് ആണ് റീസൺ. ഓട്ടോ ഇഗ്നീഷൻ ആ കാരണമാണ് നോക്കിംഗ് SI എഞ്ചിൻസിൽ വരുന്നത്. അപ്പൊ നമ്മൾ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിംഗ് കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നോക്കിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും നോക്കിങ്ങിന് പ്രൊമോഷനെ വരത്തുള്ളൂ. നോക്കിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസേ ഉള്ളൂ, നോക്കിംഗ് കുറയില്ല. അതേപോലെ തന്നെ കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്താലും നോക്കിംഗ് കൂടാനുള്ള ടെൻഡൻസിയാണ് കാണുന്നത്. പക്ഷെ അതേസമയം സ്പാർക്ക് അഡ്വാൻസ് നമ്മൾ റിട്ടാർഡ് ചെയ്യുവാണെങ്കിൽ സ്പാർക്ക് അഡ്വാൻസ് റിട്ടേൺ ചെയ്യുന്ന സംഭവിക്കുന്ന ഇഗ്നീഷൻ ഡിലേ വരും. ഇഗ്നീഷൻ ഡിലേ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിങ്ങിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, റിട്ടാർഡിംഗ് ദ സ്പാർക്ക് അഡ്വാൻസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ എ 2-സ്റ്റേജ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ് വിത്ത് ഇന്റർകൂളിംഗ് ആൻഡ് റീഹീറ്റിംഗ്, അതായത് ഒരു 2 സ്റ്റേജ് ഉള്ള ഒരു ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ ഇന്റർകൂളിംഗ് റീഹീറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഈ താഴെ പറയുന്നത് ഏത് കാര്യമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ബോത്ത് വർക്ക് റേഷ്യോ ആൻഡ് തെർമൽ എഫിഷ്യൻസി ഇൻക്രീസ്. വർക്ക് റേഷ്യോ കൂടും, തെർമൽ എഫിഷ്യൻസി കൂടും എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. വർക്ക് റേഷ്യോ ആൻഡ് തെർമൽ എഫിഷ്യൻസി കുറയും എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. വർക്ക് റേഷ്യോ കൂടും, തെർമൽ എഫിഷ്യൻസി കുറയും എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. വർക്ക് റേഷ്യോ കുറയും, തെർമൽ എഫിഷ്യൻസി കൂടും എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വർക്ക് റേഷ്യോ കൂടുകയും ചെയ്യും, തെർമൽ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇന്റർകൂളിംഗ് ചെയ്യുമ്പം ശരിക്കും സംഭവിക്കുന്നത് കംപ്രസർ വർക്ക് റിഡ്യൂസ് ചെയ്യും, അതായത് കംപ്രസർ വർക്ക് കുറയും. അതുകൊണ്ട് തന്നെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടുകയും ചെയ്യും. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കൂടുന്നതുകൊണ്ട് വർക്ക് റേഷ്യോ കൂടുകയും ചെയ്യും. അപ്പൊ ഇന്റർകൂളിംഗ് കൊണ്ട് എന്തോ സംഭവിക്കുന്ന വർക്ക് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ഇനി റീഹീറ്റിംഗിന്റെ കേസിലാണെങ്കിൽ ടർബൈൻ വർക്ക് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോർ ഹീറ്റ് ഇൻപുട്ട് വേണം. ടർബൈൻ വർക്ക് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹീറ്റ് ഇൻപുട്ട് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ തെർമൽ എഫിഷ്യൻസി കുറയും. അപ്പൊ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇന്റർകൂളിംഗും റീഹീറ്റിംഗും രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, ഇന്റർകൂളിംഗ് ചെയ്യുമ്പോൾ വർക്ക് റേഷ്യോ കൂടും, റീഹീറ്റിംഗ് ചെയ്യുമ്പോൾ തെർമൽ എഫിഷ്യൻസി ഡിക്രീസ്. അപ്പൊ ഇതിന്റെ ഒരു കമ്പൈൻ എഫക്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് റേഷ്യോ കൂടുകയും തെർമൽ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ് ദ ക്ലിയറൻസ് റേഷ്യോ ഇസ് ഗിവൺ ആസ് ദ റേഷ്യോ. ഒരു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിന്റെ കേസിൽ ക്ലിയറൻസ് റേഷ്യോ എങ്ങനായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ റേഷ്യോ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ടോട്ടൽ വോളിയം ഓഫ് ദ
cylinder to clearance volume. Total volume of the cylinder to clearance volume to the total volume of the cylinder, clearance volume to swept volume of the cylinder, swept volume of the cylinder to clearance volume. Clearance ratio എന്ന് പറഞ്ഞാൽ clearance volume to the swept volume of the cylinder, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അത് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലിയറൻസ് വോളിയത്തിന്റെയും സ്വെപ്റ്റ് വോളിയത്തിന്റെയും റേഷ്യോ ആണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലിയറൻസ് വോളിയം എന്തോന്ന് പറയാം? ഒരു പിസ്റ്റൺ ടി ഡി സിയിൽ ഇരിക്കുമ്പോൾ, ടോപ്പ് ഡെഡ് സെന്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സിലിണ്ടറിൽ അധികം വരുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം അല്ലെങ്കിൽ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ ഒരു സ്ട്രോക്കിൽ വോളിയം ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം വി എസ്. അപ്പൊ ഇത് രണ്ടിന്റെ റേഷ്യോ വി സി ബൈ വി എസിനെയാണ് നമ്മൾ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. എ കാർനോട്ട് റെഫ്രിജറേറ്റർ ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ 250 കെൽവിൻ ആൻഡ് 300 കെൽവിൻ. ഇറ്റ്സ് COP. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാർനോട്ട് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. രണ്ട് ടെമ്പറേച്ചർ ഉണ്ട്. ഹയർ ടെമ്പറേച്ചർ TH 300 കെൽവിനും ലോവർ ടെമ്പറേച്ചർ TL 250 കെൽവിനും നമുക്ക് തന്നിട്ടുണ്ട്. COP കണ്ടുപിടിക്കണം. സിമ്പിൾ പ്രോബ്ലം ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഒരു കാർനോട്ട് റെഫ്രിജറേറ്ററിന്റെ ഏരിയയിൽ COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TL/TH - TL. ഈ TL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്ന റിസർവറിന്റെ ടെമ്പറേച്ചറും TH എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ റിസർവറാണ്. ഇവിടെ ഹയർ ടെമ്പറേച്ചർ 300 കെൽവിന്, ലോവർ ടെമ്പറേച്ചർ 250 ആണ്. ഒന്നുമില്ല, ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 250 ഡിവൈഡഡ് ബൈ 300 - 250 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പം ഇക്വേഷൻ കിട്ടുന്നത് 250/50 ആണ്. 250/50 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് 5. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ആൻ അൺസാച്ചുറേറ്റഡ് എയർ ഈസ് പാസ് ത്രൂ സ്പ്രേ ഓഫ് കണ്ടിന്യൂസ്ലി റീസർക്കുലേറ്റ് വാട്ടർ. അതായത് ഒരു സ്പ്രേ ഓഫ് കണ്ടിന്യൂസ് റീസർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടറിലോട്ട് നമ്മളൊരു അൺസാച്ചുറേറ്റഡ് എയറിനെ കടത്തിവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ട്രൈബൽ ടെമ്പറേച്ചറും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും കൂടുമെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ട്രൈബൽ ടെമ്പറേച്ചറും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും കുറയുമെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നത് ട്രൈബൽ ടെമ്പറേച്ചർ കൂടുകയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയും. ഓപ്ഷൻ ഡി പറയുന്നത് ട്രൈബൽ ടെമ്പറേച്ചർ കുറയും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രൈബൽ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യും. അതിന്റെ റീസൺസ് നമുക്ക് പറയാം. അൺസാച്ചുറേറ്റഡ് എയർ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും. സാച്ചുറേറ്റഡ് എയറിനേരി മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും അൺസാച്ചുറേറ്റഡ് എയറിൽ. ഈ ഒരു എയർ നമ്മൾ ഒരു സ്പ്രേ ഓഫ് റീസർക്കുലേറ്റഡ് വാട്ടറിൽ കടത്തിവിടുമ്പം അവിടെ ശരിക്കും ഇവാപറേഷൻ നടക്കും. അതായത് ലേറ്റൻ ഹീറ്റ് അബ്സോർവ് ചെയ്യും. എവിടുന്ന്? ആ എയറിൽ നിന്ന് ഇവാപറേഷൻ അബ്സോർവ് ചെയ്യും. ലേറ്റൻ ഹീറ്റിനെ അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എയർ തണുക്കാൻ തുടങ്ങും. എയർ ഗെറ്റ്സ് കൂൾഡ്. അതുകൊണ്ട് തന്നെ എയർ തണുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ട്രൈബൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നെന്ന് മനസ്സിലായി. ഒന്നുകൂടെ പറയാം. അൺസാച്ചുറേറ്റഡ് എയറിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് സാച്ചുറേറ്റഡ് എയറിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പാസ് ചെയ്ത് സ്പ്രേ ഓഫ് റീസർക്കുലേറ്റഡ് വാട്ടർ കിടക്കുമ്പോൾ ഇവാപറേഷൻ ആണ് നടക്കുന്നത്. ഇവാപറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലേറ്റൻ ഹീറ്റ് എയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എയർ തണുക്കുന്നതുകൊണ്ട് തന്നെ ട്രൈബൽ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ഇതേ സമയം അവിടുത്തെ എയറിന്റെ മോയ്സ്ചർ കണ്ടന്റ് കൂടുകയും ചെയ്യും. എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യും. ഇവാപറേഷൻ നടക്കുന്നതുകൊണ്ട് എയറിന്റെ അകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ ഡി വരുന്നത്. ട്രൈബൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ തെർമൽ ക്വസ്റ്റ്യൻസ്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.